അതിതീവ്ര വോട്ടർ പട്ടികയ്ക്ക് പിന്നാലെ ജോലിഭാരം തുറന്നു പറഞ്ഞ് കൂടുതൽ BLOമാർ രംഗത്ത്. നിശ്ചിത ലക്ഷ്യം ഉറപ്പാക്കാൻ വലിയ സമ്മർദ്ദം നേരിടേണ്ടി വരുന്നുവെന്ന് കൊല്ലം കടവൂരിലെ BLO മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. 12 മണിക്കൂറിലധികം ഫീൽഡിൽ നിൽക്കേണ്ടി വരുന്നുവെന്നും പൗളിൻ ജോർജ് വെളിപ്പെടുത്തി. ബന്ധപ്പെട്ട് ആശങ്കകൾ നിലനിൽക്കുകയാണ്. നിലവിൽ കൊല്ലം കടവൂരിലെ BLO പൗളിൻ ജോർജ് നമ്മോടൊപ്പം ഉണ്ട്. വലിയ സമ്മർദ്ദമാണ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നത്. ഇതിപ്പം ഫോം തന്നത് തന്നെ 3 ഘട്ടമായിട്ടാണ്. ആ 3 ഘട്ടത്തിലും 3 പ്രാവശ്യം ഒരു വീട്ടിലേക്ക് പോകേണ്ട ഒരവസ്ഥ നമുക്കുണ്ടാകുന്നു. അതുതന്നെ വീടുകളിൽ ആളില്ലാത്ത അവസ്ഥ, ആളുണ്ടെങ്കിൽ തന്നെ അവർക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഉള്ള വിശ്വാസ്യത കുറവ്, അവരാരും ഈ ഫോം കൈപ്പറ്റാനോ അല്ലെങ്കിൽ ആധാറിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ച് അവരുടെ ഫോമിൽ അവരെ കൊണ്ട് ഫില്ല് ചെയ്യിക്കാൻ പോലും അവർ വില്ലിങ് അല്ല. പിന്നെ നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്ത് കൊണ്ടുവന്നാൽ രാത്രിയാകുമ്പോൾ ഇത് ഫോണിൽ അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ചടങ്ങായി മാറിയിരിക്കുക. ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് പലപ്പോഴും തകരാറില്ല. നമുക്ക് വ്യക്തമായൊരു പരിശീലനം തരാതെ എന്തെങ്കിലും ഒരു സാഹചര്യം വരുന്ന ഉടനെ ഗൂഗിൾ മീറ്റിനകത്ത് ഇത് ചെയ്യും. നമ്മളിത് 100% ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇലക്ഷൻ കമ്മീഷനാണ്, നമുക്ക് ചെയ്യാൻ അറിയാം. പക്ഷേ ബീഹാറിലൊരു 90 ദിവസം നൽകി, കേരളത്തിലൊരു 30 ദിവസം എന്ന് പറഞ്ഞാണ് നമ്മളെ ഓഫീസുകളിൽ നിന്ന് റിലീവ് ചെയ്തത്. 9ാമത്തെ ദിവസം മുതൽ ടാർഗറ്റ് ഗ്രൂപ്പുകളിൽ എഴുതിയിടും. ഗ്രീൻ ലൈൻ, ബ്ലൂ ലൈൻ, റെഡ് ലൈൻ, ഇങ്ങനെയാണ്. റെഡ് ലൈൻ ഉള്ള ആൾ ഏറ്റവും കുറഞ്ഞ ടാർഗറ്റ് ചെയ്ത ആളാണ്. ഒരു വാള് നമ്മുടെ തലയ്ക്ക് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ജോലിയെ സംബന്ധിച്ച് നമുക്ക് സസ്പെൻഷൻ വരും. അങ്ങനെയൊക്കെയുള്ള ഭയം കാരണമാണ് പലരും ഇത് പറയാതിരിക്കാൻ. ഷനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.